അത് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ താല്പര്യത്തോടുള്ള വാർത്തയാണ്. അതില് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പ് എന്നുള്ളത് ചോറ്റാനിക്കര പഞ്ചായത്തിലാണ്. കേരളത്തിൽ എങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ചോറ്റാനിക്കരയിൽ ഉണ്ടായത്. 1500 രൂപയ്ക്ക് വേണ്ടി ഒരു വീട് ജപ്തി ചെയ്യാനായിട്ട് ഒരു പഞ്ചായത്ത് അധികൃതർ എത്തുന്നു. അത് പോലീസുമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യം. എന്തായാലും രാജൻ ചേട്ടനും റിൻസി ചേച്ചിയും വളരെ അധികം മാനസികമായ ഒരു ബുദ്ധിമുട്ടിലാണ്. കാരണം പോലീസ് അടക്കമുള്ള പഞ്ചായത്ത് ജീവനക്കാർ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വീടിനകത്തേക്ക് കയറുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വീട്ടിൽ പ്രായമായ ഒരു അമ്മയുണ്ട്. കേവലം 1500 രൂപയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി ചോദിക്കാം. 3-3:30 ഇവിടെ എത്തുകയാണ്. ഞാൻ കിടക്കുമായിരുന്നു, ബെല്ലടിക്കുന്നതായിട്ടാണ് ഞാൻ ഇറങ്ങിച്ചത്. ഞങ്ങൾ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ പലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് നിങ്ങൾ ഇത് പറയുവാണോ? അങ്ങനെ ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. അവരെങ്ങനെ പറയുന്നുണ്ടാകും, കാരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരങ്ങനെ പറയുന്നത്. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു പ്രേരിതമായില്ല. അല്ലല്ല, ഞങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അത് കാരണമാണ് ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്. അമ്മച്ചിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം പോലീസുകാരനൊക്കെ വീടിനകത്തേക്ക്, യൂണിഫോമുള്ള പോലീസുകാരനൊക്കെ വീട്ടിനകത്തേക്ക് അമ്മച്ചിക്ക് അത് മാനസികമായിട്ട് ഭയങ്കര. തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, പലപ്പോഴും ഇവരൊക്കെ സാധാരണക്കാരാണ്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പോലീസും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളും ഒക്കെ ജപ്തി നടപടിയൊക്കെ ആയിട്ട് വരുമ്പോൾ എത്രമാത്രം, അത് 1500 രൂപയ്ക്ക് വേണ്ടി ഇതിനു മുമ്പ് നിങ്ങൾ പിടിച്ചാൽ പറ്റില്ല. ഞാനിവിടെ ഈ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എൻ്റെ അപ്പനപ്പന്മാർ തൊട്ട് ഈ സ്ഥലത്ത് തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത്. അത് മാറ്റിക്കണ്ട ഞങ്ങൾ പുതിയ വീട് വെച്ചത്. വീട് വെച്ചിട്ട് ഞങ്ങൾ 15 വർഷമായിട്ട് താമസിക്കുന്നു. ഒരു രൂപ പോലെ പഞ്ചായത്തിന്റെ ഒരു രീതിയിലുള്ള കുടിശ്ശിക ഞങ്ങൾ വരുത്തിയിട്ടില്ല. എല്ലാ വർഷത്തെ ടാക്സും ബാക്കിയുള്ള പഞ്ചായത്തിന്റെ എന്ത് കുടിശ്ശിക ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കും. പ്രശ്നക്കാരനുമായിട്ടാണ് ഈ പോലീസായിട്ട് വന്നത്. അത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ പേരിൽ ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസ് പോലും എൻ്റെ പേരിലില്ല. പിന്നെ ഞാൻ എന്ത് പ്രശ്നക്കാരനാണെന്ന് എനിക്ക് അറിയത്തില്ല. പഞ്ചായത്ത് ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. തീർച്ചയായും എന്തായാലും പഞ്ചായത്ത് അധികൃതർക്ക് ഈ ഒരു കാര്യത്തിൽ പ്രഥമ നിഷ്ഠയാൽ ഇപ്പൊ നമ്മളിവിടെ വരുന്നത്, ഈ വാർത്ത ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ തൊട്ടടുത്ത്, ഇപ്പൊ ഇവര് പറയുന്നതല്ലാതെ തൊട്ടടുത്ത അയൽവക്കക്കാരോട് കൂടി നമ്മൾ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. എന്തായാലും പഞ്ചായത്തിന്റെ അധികൃതർ ഇവിടെ 1500 രൂപയ്ക്ക് വേണ്ടി വാഹനത്തിൽ വന്നിരുന്നുവെന്നും അത് ഇവിടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നുമാണ് ഇത് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന് നിയമപരമായ നടപടിക്ക് പോവാണ്. കാരണം ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അത് കാരണം ഞങ്ങൾ എന്റെ തൊട്ട് വീടാണ് ഈ രാജന്റെ വീടിന്റെ അപ്പുറത്ത് കാണുന്നത്. ആ വീട് ഞാൻ മൊത്തത്തിൽ വിൽക്കുകയുള്ള സ്ഥലം. അപ്പൊ അതിന്റെ പണിക്കാർ വീട് പൊളിക്കാനുള്ള വർക്കേഴ്സ് ഇവിടെ വന്ന് വീട് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5-6 പണിക്കാരുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അവരുടെ നോക്കാനായിട്ട് ഒരു 3:30 കൂടി ഞാനിവിടെ വന്നതാണ്. സമയത്തോടെ എത്തി നോക്കി കഴിഞ്ഞത് ഒരു വണ്ടി, പഞ്ചായത്തിന് വണ്ടി വന്ന് നിൽക്കുന്നു. കുറച്ച് ആൾക്കാർ കയറിപ്പോയി. അപ്പൊ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്റെ വിചാരം ഒരു അമ്മയ്ക്ക് എന്തോ സീരിയസ് ആണ്, റിലേറ്റീവ്സ് വന്ന് കയറുവാണ്. അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണ്. അമ്മയ്ക്ക് കുറച്ച് അൾസിമേഷൻ ബാധിച്ചിട്ടുണ്ട്. അമ്മ കംപ്ലീറ്റ് കിടപ്പിലാണ്. ചിലപ്പോൾ ഭക്ഷണത്തിന്റെ സമയത്ത് മാത്രമേ കഴിപ്പിക്കാറുള്ളൂ. അത്രമേൽ വളരെ മോശം കണ്ടീഷനാണ്. അപ്പൊ എന്റെ പെട്ടെന്നൊരു ഇത് പോയത്, ആരോ ബന്ധുമിത്ര ആരൊക്കെ വരുന്നുണ്ട് അമ്മേനെ കാണാനായിട്ട്. ആ രീതിയിലാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഓടി വരാൻ നേരത്ത് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അല്ല 12 വരെ എനിക്കറിയാം. പിന്നെ പോലീസിന്റെ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഒരു അമ്മയുടെ സീരിയസ് ആയിട്ട് വരേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഞാനൊരു സാധനം ഇങ്ങനെ പിടിച്ച് താങ്ങി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പൊളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇട്ടിട്ട് പോരാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന രംഗം ഈ രാജന്റെയും ഭാര്യ റിൻസി, ഇവർ രണ്ടുപേരും ഭയങ്കര മുഖമൊക്കെ ഭയങ്കര ഒരു ഡെസ്പായിട്ട് ഒരു വളരെ സങ്കടത്തിലിരിക്കുകയാണ്. അപ്പം ഞാൻ കാര്യം തിരക്കി തന്നെ പറ്റി, എന്താ സംഭവം, അമ്മയ്ക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചു. ഒരു അമ്മയല്ലേ ഇത് ഇങ്ങനെ സംഭവം എന്നെ കാരണം എന്നാ. അപ്പോഴാണ് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് ബിൽഡിങ്ങിന്റെ കരം പിടിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല. പിന്നെ ഇവർ പറയുന്നുണ്ട് അത് 2 ട്രിപ്പായിട്ട് അടയ്ക്കാൻ തുടങ്ങി. അതൊരു ഓപ്ഷനിലാണ്. 2 ട്രിപ്പായിട്ട് അടയ്ക്കാം, 3 ട്രിപ്പായിട്ട് അടയ്ക്കാം. പൈസ വരുമാനം ഇല്ലാത്തവർക്കാണെങ്കിൽ 2 ട്രിപ്പായിട്ട് അടയ്ക്കാം. അല്ലാണ്ട് ഇവർ പറഞ്ഞിട്ട് 6 മാസത്തെ ഒരുമിച്ച് അടയ്ക്കണം അങ്ങനെ, അല്ലെങ്കിൽ 6 അങ്ങനെയൊന്നും നിയമമുള്ളതായിട്ട് എൻ്റെ അറിവില്ല. അപ്പൊ എങ്ങനെയുള്ള അടയ്ക്കാം. അതുമല്ല 31-ാം തീയതി വരെ ടൈം ഉണ്ട്. 31-ഉം 30 അവധിയാണെന്ന് അവർ പറയുന്നത്. എങ്കിൽ തന്നെ 29-ാം തീയതി വരെ ടൈം ഉണ്ട്. ഒന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടി പഞ്ചായത്താണ്. അത് ഒരു പാർട്ടിയുടെ അല്ല, അത് കോൺഗ്രസിന്റെ അല്ല, കമ്മ്യൂണിസ്റ്റിന്റെ അല്ല, ആരുടെ അല്ല. ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. അല്ലാണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആരോടും ഒരു വൈരാഗ്യമില്ല, ഒരു കുഴപ്പമില്ല. ഇന്നലെ ഒരു 3-3:30 ആയപ്പോ തൊട്ട് കോളിംഗ് ബെൽ അടിച്ച് ചേട്ടൻ വന്ന് വാതിൽ തുറന്ന് വന്നപ്പോ ഇവരൊരു 5-6-7 പേരുണ്ട്. ഒരു പോലീസുകാരനുണ്ട്. ഇവിടെ നിന്ന് എന്തൊക്കെയോ വർത്താനം ഒക്കെ പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നില്ല. അത് കഴിഞ്ഞപ്പോ ഇവരെല്ലാരും കൂടെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു എന്താ മാഡം കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞ് ജപ്തി ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു. ടാക്സ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ടാക്സ് അടയ്ക്കാൻ ഈ ദിവസങ്ങളുണ്ടല്ലോ.
അപ്പൊ പറഞ്ഞ് ഇല്ല, നിങ്ങളോട് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് ടാക്സ് അടയ്ക്കാന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, 31-ാം തീയതി ഞങ്ങൾക്ക് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു 30-31 അവധിയാണോ, 30-31 അവധിയാണ്, 29-ാം തീയതി അടച്ചോളാന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോലീസായിട്ട് വന്നേക്കണത് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ എന്താ ജപ്തി ചെയ്യണേന്ന് നിങ്ങൾ പറയുകയാണ്, വീട്ടിലുള്ള സാധനം എടുത്തിട്ട് ലേലം വിളിക്കും. എടുത്തതായിട്ടും ഞാൻ ചോദിച്ചു ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും അടയ്ക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇനി ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞപ്പോ അവര് എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ പുറത്തേക്ക് അപ്പത്തേക്ക് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും അവര് വേഗം ഇറങ്ങി എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോയി. ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പ്രേരിതമാണോ? അങ്ങനെയുള്ള ഒന്നും ഇല്ല. അത് രാഷ്ട്രീയ ഇതിലൊന്നും എനിക്ക് തോന്നിയില്ല. പഞ്ചായത്തിന്റെ അവരുടേതായ ഒരു ഇതിൽ അവർ വന്നു. അവർക്ക് 100% ഇരിക്കണം, ആ ഒരു രീതിയിലാണ് അവർ വന്നതെന്നാണ് എന്റെ ഒരു. എല്ലാവരും കൂടി വീട്ടിനകത്തേക്ക് എനിക്ക് പെട്ടെന്ന് നമ്മള് ഷോക്കായി. ഒരു പോലീസുകാരനുണ്ട്, എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ അല്ലെങ്കിൽ അവർക്ക് മുറ്റത്തുനിന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് പോലെ എന്തിനാ നമ്മുടെ വീടിനകത്തോട്ട് കയറേണ്ട കാര്യമില്ല. 1500 രൂപ അടയ്ക്കാനായിട്ട് അത് 31-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്, അതിനുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ പോരെ. അടയ്ക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. നിയമ നടപടികളായിട്ട് അതുകൊണ്ടാണ് ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാൻ തീരുമാനിച്ചത്. വീടിനകത്ത് ഒരു പോലീസുകാരനുമായിട്ട് കയറേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാൻ തീരുമാനിച്ചത്. വന്നിരിക്കുന്നത് ഇന്ന് ടാക്സ് പിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ പൈസ ഇല്ല, ഇന്ന് അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ യൂണിഫോമുള്ള കോൺസ്റ്റബിളായിട്ട് പോലീസുകാരായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഇന്ന് അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടി എൻ്റെ വീടിനകത്തേക്ക് കയറി. വീടിനകത്തേക്ക് കയറി ബഹളം കേട്ട് വേറെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഇറങ്ങി വന്നു. ഭാര്യ ചോദിച്ചു എന്താ മാഡം പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ടാക്സ് പിരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, നിങ്ങൾ അടയ്ക്കാത്തതാണ്. അപ്പോൾ അവളും പറഞ്ഞു ഇതുപോലെ തന്നെ സമയമുണ്ടല്ലോ, ഞങ്ങൾ അതിന് മുമ്പ് അടച്ചോളാം എന്ന് പറഞ്ഞു. ഇല്ല പറ്റില്ല, ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും അടച്ചില്ല എങ്കിൽ ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് ജപ്തി കിടുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എന്താണ് നിങ്ങൾ ഇഷ്ടമല്ല എന്താണെന്ന് ചെയ്തോളാം. അപ്പോൾ ഇത് കേട്ട് ബഹളം കേട്ട് അയൽവക്കത്തുള്ള ആൾക്കാർ ഒരാൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സംഗതി എന്തോ പന്തികേട് പോലെ തോന്നി. അവർ ഇറങ്ങി തോന്നി. എന്താക്കി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ചേട്ടൻ ഈ ഓൺലൈനൊക്കെ അടയ്ക്കാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ലല്ലേ? ഓൺലൈൻ അടയ്ക്കാൻ അങ്ങനെ നോക്കി 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. കാരണം അവർ സൈറ്റിൽ കംപ്ലീറ്റ് ടാക്സ് അടച്ചെന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ഇട്ടിരിക്കുന്നത്. 10-15 പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സ്റ്റാഫും ആശാ വർക്കർമാരും പഞ്ചായത്ത് മെമ്പറും അവരുടെ സ്റ്റാഫും തന്നെ ഡെയിലി വിളിച്ച് നമ്മളെ ഒരു മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ്. കാരണം നമ്മൾ 1500 രൂപ കയ്യിലുണ്ടായിട്ട് അടയ്ക്കാതിരിക്കുന്നതല്ല, നമ്മൾ മനഃപൂർവ്വമായിട്ട് അടയ്ക്കാതിരിക്കുന്നതല്ല, നമ്മളതിൽ ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ അവരുടെ ഡ്യൂ 31-ാം തീയതി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്, നമ്മൾ അടയ്ക്കുകയും ചെയ്യും. നമ്മൾ മുൻ വർഷങ്ങളിലേക്ക് അടച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് ഒരു രൂപ പോലും പഞ്ചായത്തിൽ പെൻഡിങ് ഇല്ല. ആരോട് പരിഭവമില്ല. പ്രസിഡന്റ് ഇതിനകത്ത് വേറെ വൈകാരികമായിട്ട് എടുക്കുന്ന ഒരു കാര്യമില്ല അതിനകത്ത്. ഇത് സെക്രട്ടറിയോട് പോകുന്ന ആൾക്കാരും ഇത് പോലീസ് എന്തറിഞ്ഞിട്ട് ഒന്നും എന്നുള്ളത് നമുക്കറിയില്ല. ഈ പോലീസുകാരനോട് നമുക്ക് വടക്കില്ല, പോലീസുകാരൻ ആരാ പറഞ്ഞു വിട്ടെന്ന് അറിയില്ല. അല്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഇതെന്താണെന്നുള്ളത് മാത്രം തന്നെ വിശദീകരണം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവരോട് വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പുറത്തു വിടട്ടെ, ഇവരെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയുന്നത് പുറത്തു വിടട്ടെ. അത് ഞാൻ കേട്ടില്ല. ഇവരെന്തെങ്കിലും അനശ്വരം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇവിടെ അകത്ത് കയറുമ്പോൾ ഇവിടെ ഒരു അമ്മ പ്രായമായിട്ടുണ്ട്, അവർക്ക് ഒരു മാനസികമായിട്ടൊക്കെ എത്രയോ അല്ല ഒരു ബുദ്ധിമുട്ടായി കാണുന്നത്. തീർച്ചയായിട്ടും കാണുന്നു. അമ്മയ്ക്ക് ഇപ്പം അത്രമാത്രം ഓർമ്മ പോലും പതുക്കെ പൊക്കോട്ടൊരു കാലഘട്ടത്തിൽ ശരി നടക്കില്ല, ഒന്നുമില്ല. അതൊക്കെ ഇവർ അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ വന്നതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ മോശം. എന്നാൽ അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പൂർണ്ണമായിട്ടും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവര് പറയുന്ന ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന യാതൊരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അവര് നമ്മളിപ്പോ വീടിനകത്ത് കയറി എന്നുള്ളത് വാസ്തവമാണോ സാറേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീടിനകത്ത് കയറി ഒരു വീട്ടിൽ ചെല്ലുമ്പോ അവര് അനുവദിച്ചത് കൊണ്ട് അകത്ത് കയറി നിന്ന് സംസാരിച്ചാണ്. അല്ല അതിക്രമിച്ച് കയറുന്ന സാഹചര്യം ഒന്നുമില്ല. ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്ന രീതിയിലല്ല. സാധാരണ രീതിയിൽ സ്വീകാര്യതയുള്ള വീടുകളിലല്ലേ കയറുള്ളൂ. അതിക്രമിച്ച് കയറി നടപടി സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ അനുവദിച്ചത് കൊണ്ടാണ് നമ്മൾ അകത്ത് കയറിയത് അല്ലേ? അത് അനുവദിച്ചുകൊണ്ട് തന്നെ അകത്ത് കയറിയത്. ഇനിയിപ്പോ അവർക്ക് അത് അനുവദിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ അവിടെ നിന്ന് സാധാരണ രീതിയിലുള്ള സംസാരമാണ്. അവര് തമ്മിൽ സംസാരിക്കുന്ന പൂർണ്ണമായിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി പോരുന്നവരെയും വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ല സാറേ, ഞാൻ എന്തായാലും 1500 രൂപ ആണെന്നാണ് ഞാൻ കേട്ടത്. എത്ര രൂപയാണെങ്കിലും സർക്കാരിന് പഞ്ചായത്തുകൾക്ക് അടയ്ക്കേണ്ടുന്ന നികുതി എല്ലാം മുഴുവൻ അങ്ങനെ അടയ്ക്കാൻ ചുമതലപ്പെട്ട എല്ലാവരും അടയ്ക്കണമല്ലോ. നികുതി ഇളവ് നൽകിയിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾ നികുതി അടയ്ക്കാൻ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളിവിടുന്ന് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് ആദ്യ ഭാഗത്തിൽ അവർ പൈസ ഫസ്റ്റ് ഹാഫിലെ പൈസ അടയ്ക്കാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട്. ഇപ്പൊ മാർച്ച് 31 അടയ്ക്കാൻ ആവശ്യപ്പെട്ട് വാർഡ് ക്ലർക്ക് ആ വീട് സന്ദർശിക്കണ്ടായി.
ആ സമയത്ത് വാർഡ് ക്ലർക്കിനോട് മോശമായി പെരുമാറി വാർഡ് ക്ലർക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റും പരാതി നൽകിയിരുന്നു. അപ്പൊ അത് ആ പരാതി ഔദ്യോഗിക ഉദ്യോഗസ്ഥൻ തടസ്സപ്പെടുത്തി വീടിന്റെ വാതിൽ വലിച്ചടച്ച് അവമാനിച്ചു. പൈസ അടയ്ക്കാൻ സൗകര്യമില്ല, എന്താന്ന് ചെയ്യാനൊക്കെ പറഞ്ഞ് ഇവരോട് മോശമായി പെരുമാറിയത് ഇയാൾ ആദ്യം എന്നോട് വാക്കാൽ വന്ന് പറഞ്ഞു. ഈ ക്ലർക്ക് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാൾ ഒരു ആൺകുട്ടിയല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എഴുതി തന്നു, നടപടി സ്വീകരിക്കണം, ഔദ്യോഗികത്തിൽ തടസ്സപ്പെടുത്തി നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് അയാൾ പരാതി എഴുതി നൽകുന്ന സ്ഥിതി ഉണ്ടായി. ആ പരാതിയില് അങ്ങനെ ഒരു നിയമ നടപടിക്ക് പോകണ്ട. നമ്മുടെ നാട്ടിലെ ആളുകൾ സാധാരണ എല്ലാവരും സഹകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് സെക്രട്ടറിയോട് അവിടെ പോയി സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അവരത് സംസാരിക്കാനായിട്ട് ആ വീട്ടിൽ പോയി. വീണ്ടും അവമാനിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ സാന്നിധ്യം. പോലീസിന് അവർ കത്ത് കൊടുത്ത് ഒരാളെ പ്രസൻസിൽ പോയത്. ഇനി അവരെ സെക്രട്ടറിനെയും സഹപ്രവർത്തകരും മുന്നിൽ ഇറക്കി വിട്ടുന്ന സാഹചര്യം ഉണ്ടാവരുതല്ലോ എന്നായിട്ട് അവിടെ ചെന്നിട്ട് സംസാരിക്കുന്നത് മുഴുവൻ നികുതി അടയ്ക്കേണ്ടതുണ്ട്, നികുതി അടച്ചില്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാവുന്നതല്ലേ, നിങ്ങൾ നികുതി അടയ്ക്കണം, മാർച്ച് 30 മുന്നായിട്ട് നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുക ചെയ്യണത്. പക്ഷെ അതിനുശേഷം തീർത്തും കള്ളത്തരം പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. അവർ ആ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ വീട്ടിനകത്ത് കയറി നിന്നാണ് സംസാരിച്ചത്, അവർ അനുവദിച്ചിട്ടാണ്. ഇപ്പൊ ചിലപ്പോൾ അനുവദിച്ചിട്ടില്ലെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ അവിടെ നിന്നിട്ട് സൗമ്യമായി സംസാരിച്ച് അഭ്യർത്ഥനയുടെ കുറിച്ച് സംസാരിച്ച് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. അത് പൂർണ്ണമായിട്ടും വീഡിയോ എടുക്കുന്ന അവരാ സമയത്തും കുറച്ച് എക്സൈറ്റഡ് ഇങ്ങനെ കുറച്ച് ദേഷ്യപ്പെട്ട രീതിയിൽ തന്നെ സംസാരിക്കണം. ഇതൊന്ന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ട്. പണം അവരടയ്ക്കേണ്ടുന്ന പൈസയല്ലേ ചോദിക്കണേ. മാർച്ച് 31 അടയ്ക്കുള്ളൂ എന്നുള്ള ഷാഠ്യം പിടിക്കുമ്പോ ഞങ്ങൾക്ക് അത് ആ സമയത്തിനുള്ളിൽ ആ ചുമതല നിർവഹിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടില്ല. മാർച്ച് 31 മുഴുവൻ ആളുകളും പഞ്ചായത്തിലെ 10-30,000-ഓളം വീടുകൾ ഈ പഞ്ചായത്തിലൊന്ന് പൈസ അടയ്ക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ നമ്മള് ഓൺലൈൻ സംവിധാനം നമ്മുടെ പഞ്ചായത്തിനില്ലേ? ഇത് ഓൺലൈനായിട്ട് അതൊക്കെ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട, അല്ലാതെ അടയ്ക്കുന്ന ആളുകൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ആരും നിസ്സഹകരിക്കുന്ന സമീപനമില്ല. നമ്മൾ റിമൈൻഡ് ചെയ്യുന്നുണ്ട്, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. നികുതി അടയ്ക്കുമ്പോൾ മുഴുവൻ ആളുകളോടും വളരെ സൗമ്യമായിട്ടും അഭ്യർത്ഥിക്കാനോ പാടുള്ളെന്ന് നമ്മൾ എല്ലാ സ്റ്റാഫിനോടും കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നവർ ഹരിതകർമ്മസേന, ആശാ വർക്കർമാർ ഇവരെല്ലാം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇടപെടുന്നുണ്ട്. ആസൂത്രണ സമിതി, ഞങ്ങൾ വാർഡ് കൺവീനർമാര്, പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഇടപെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതിനിടയ്ക്ക് നിഷേധിക്കുന്ന സമീപനം സ്വീകരിച്ച് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകളോട് സാധാരണ നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് നടപടിക്രമത്തിലേക്ക് പോകും. റവന്യൂ റിക്കവറി നടപടി എടുക്കും, അതെടുക്കും, അത് നടപടികളാക്കും എന്ന് പറഞ്ഞിട്ട് പോരുകയാണ്. ഇത് തന്നെ ഇവിടെ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ തൊട്ട് പിന്നാലെ ഇപ്പൊ നിരവധി ചാനലുകൾ വിളിക്കുന്നു, ഇതിങ്ങനെ വാർത്ത അവതരിപ്പിക്കാൻ വരുന്ന ആളുകൾ പഞ്ചായത്തിന്റെ അഭിപ്രായം കേൾക്കുന്നില്ല, ഇതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാതെ ഏകപക്ഷീയമായിട്ട് പഞ്ചായത്തിനെതിരെ വാർത്ത പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി. അതിപ്പോ ഇവിടെ ചോറ്റാനിക്കര പഞ്ചായത്ത് ഇടതുപക്ഷമായിരിക്കുന്നത്. കേരളത്തിലെ സർക്കാരിനെതിരെ പഞ്ചായത്തിനെതിരെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ വാർത്ത ഉണ്ടാക്കുക എന്ന ശ്രമമാണത്. അങ്ങനെ കാണാനുള്ളൂ. എന്തായാലും ഇതിലോ യാതൊരു വസ്തുതയില്ല. ഇവരിപ്പോ നിരവധി ഇതിന് മുമ്പ് ഇവര് കുടിശ്ശിക വരുത്തിയ ആളുകളാണോ? ഇവരിപ്പോ ആദ്യ പാദത്തിലെ പൈസ 30/9/2024 അടയ്ക്കേണ്ടത് നോട്ടീസ് കൊടുത്തിട്ട് അവർ അടച്ചിട്ടില്ല. അവരത് അടയ്ക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ ഇത്തവണ വീണ്ടും കുടിശ്ശിക ആവരുന്നായിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് മോശമായി പെരുമാറില്ല. പോയിട്ട് അവിടെ ചെന്നിട്ട് ഇപ്പൊ സെക്രട്ടറി സംസാരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നത് പോസ്റ്റ് ചെയ്യാനിരിക്കുക. ഞങ്ങൾ അതൊന്നും പുറത്തുവിടാതിരിക്കുമായിരുന്നു. പക്ഷെ അവരിത് വല്ലാതെ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താൻ, അവമതിപ്പുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഞാൻ പറഞ്ഞത് വാർത്ത കൊടുത്ത പത്രമാധ്യമങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിനോ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കണ്ടേ? എന്താണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്ത് ഉത്തരവാദിത്വമില്ലാത്ത പത്രപ്രവർത്തനം. അങ്ങനെ ചെയ്ത പത്രങ്ങളുണ്ട്. എന്റെ മുന്നിൽ ഒരു പത്രം ഇരിക്കുന്നുണ്ട്. ആ പത്രത്തില് ആവശ്യപ്പെട്ടത് നികുതി അടയ്ക്കാൻ മാത്രമൊന്ന് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മറ്റേ ആളുടെ ആരോപണം ഉണ്ടാവാം. പക്ഷെ ചില വിഷ്വൽ മീഡിയാസ് എത്ര മോശമായിട്ട് കൈകാര്യം ചെയ്തത്. ഏത് സ്ഥാപനം ഇങ്ങനെ ചെയ്യണം? ഞങ്ങൾ വളരെ ജനകീയമായിട്ട് നല്ലപോലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ്. ഇന്നലെ ഞങ്ങൾ ഒരു നേതൃ ചികിത്സാ ക്യാമ്പ് നടത്തി. 300ഓളം ആളുകളെ പങ്കെടുത്തേ. 2 ദിവസം മുമ്പ് ഞങ്ങളൊരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തി. 220-230ഓളം ആളുകളെ പങ്കെടുത്തേ. നിരന്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കും. നല്ലപോലെ ക്ഷേമ വികസന പ്രവർത്തനം നടത്തി വരുന്ന പഞ്ചായത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളോട് ചേർന്ന് നിൽക്കുക, ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവുക, ജനങ്ങളുടെ എന്തൊരു വിനയത്തോടെ ഇടപെട്ടുകൊണ്ട് തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. അതന്നെ ഞങ്ങൾ കരുതുന്നത്. എവിടെയെങ്കിലും ഒരു ധിക്കാരപരമായ സമീപനം ഈ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനോ ഒരു പഞ്ചായത്ത് മെമ്പറോ സ്വീകരിക്കണ സ്ഥിതിയില്ല. ഇത് പൂർണ്ണമായിട്ടും തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമമാണ്. പൊളിറ്റിക്കലാണ്. അന്ന് ഇന്നലെ ആ വീട്ടിലെ വാർത്ത ഉണ്ടാവുന്ന സമയത്ത് ആ നാട്ടുകാരല്ല അവിടെ ഉണ്ടായിരുന്നത്.
ഈ പഞ്ചായത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിന്റെ ഗൂഢാലോചിക്കുന്നത്. ഒരു അവസരത്തെ നോക്കിയിരിക്കുന്ന പോലെ പഞ്ചായത്ത് സെക്രട്ടറി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായ ആ വീട് സന്ദർശിച്ച് നികുതി അടയ്ക്കാമോ എന്ന് അഭ്യർത്ഥിച്ചത് പോലും വലിയ വാർത്തയാക്കണേ. ഇത് നികുതി അടയ്ക്കാതെ ഇങ്ങനെ ക്ഷേമ വികസന പ്രവർത്തനം നടക്കണേ. അവര് തരുന്ന പണം കൂടി ഇത് പഞ്ചായത്തിന്റെ വികസനത്തിന്റെ പങ്കുവയ്ക്കലാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഈ ഇന്നലത്തെ ദിവസം ഇവരുടെ വീട്ടിൽ മാത്രമാണോ അതോ പോയത് മറ്റു വീടുകളിലൊക്കെ പോയായിരുന്നോ ഈ ഒരു സംഭവം? വേറെ 1-2 വീടുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇത്തരത്തില്ല. ഇവരുടെ വീട്ടിൽ പോലും പോയിട്ട് നിങ്ങൾ നികുതി അടയ്ക്കണോട്ടോ എന്ന് പറഞ്ഞിട്ടാ പോരണേ. അതല്ലാതെ അവരോട് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ആള്. അവര് കുറച്ച് പത്രക്കാരോട് എന്താ പറയണേ, സാധനങ്ങൾ എടുത്തു, വീട്ടിനുള്ള ഉപകരണങ്ങൾ എടുത്തു, ജപ്തി ചെയ്യാൻ പോകുന്ന ഇറങ്ങിക്കോളാൻ പറഞ്ഞു എന്നൊക്കെ പറയണ്ടായി വീഡിയോയില്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങള് വീഡിയോ പുറത്തുവിടാതിരിക്കണം. സാർ ഞങ്ങള് ഒരു കാര്യം, അപ്പൊ ഇവര് ഇതിന് അല്ല മുൻ വർഷങ്ങളിലെ കുടിശ്ശിക നിലവിൽ അങ്ങനെയില്ല. ഞങ്ങള് കഴിഞ്ഞ വർഷം 100% പഞ്ചായത്തല്ലേ, കഴിഞ്ഞ മുമ്പത്തെ വർഷം 100% പഞ്ചായത്താ. ഇവര് പഞ്ചായത്തിന്റെ സൈറ്റിൽ കയറുമ്പോൾ ഇവരുടെ എമൗണ്ട് അടച്ചതായിട്ടാണ് കാണുന്നതെന്ന് ഇവര് നമ്മളോട് പറയുകയുണ്ടായി. അതായത് ഇവര് സൈറ്റ് നോക്കുമ്പോഴത്തേക്ക് സൈറ്റിൽ പണം അടയ്ക്കാൻ നോക്കുമ്പോൾ ഇവർക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവർക്ക് ഏത് വർഷം? ഈ പ്രാവശ്യത്തെ പണം അടയ്ക്കാൻ ശ്രമം നടത്തുമ്പോഴും അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവര്. അങ്ങനെ വരാൻ സാധ്യത. നമ്മൾ ഡിമാൻഡ് നോട്ടീസ് എടുക്കണ ഓൺലൈനിൽ നിന്നല്ലേ, നമ്മൾ സൈറ്റിൽ നിന്നാണ് ഡിമാൻഡ് നോട്ടീസ് എടുക്കണേ. അവർക്ക് കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഡിമാൻഡ് നോട്ടീസ് വന്നേ. പണം അടച്ച ഒരാൾക്ക് വീണ്ടും ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അവർ അടച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ അടച്ചിട്ടില്ല, 31 വരെ സമയമുണ്ട്. അപ്പൊ ഈ സമയത്തിനുള്ളിലാണ് ഞങ്ങൾ സാധാരണ അടയ്ക്കാറ്. ഇത് അവിടെ പറയും 30-31 മുടക്കാണ്, അതിനു മുമ്പ് അടയ്ക്കണം എന്ന് തന്നെ പറയണുള്ളൂ. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ആഴ്ച അടയ്ക്കാം. അപ്പൊ ഞങ്ങളുടെ ജോലി വാരം കഴിയുമല്ലോ. എല്ലാവരും 30-31 അടയ്ക്കാൻ നോക്കിയാൽ എല്ലാ പഞ്ചായത്തുകളിലും തിരക്കായിരിക്കും. ഓൺലൈൻ സൈറ്റുകൾ ഹാങ്ങാവുന്ന നടക്കാതെ വരും. അപ്പൊ നമ്മള് പേഴ്സണലി ചോദിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് ഇൻസെന്റീവ് ഉണ്ടല്ലോ 100% ആക്കി കഴിഞ്ഞാൽ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഇവർ ഭയങ്കരമായിട്ട് നടത്തും. അതൊന്നുമല്ല, അത് 100% ആക്കണമെന്നില്ല. 100% ആക്കണം എന്നുള്ളത് അങ്ങനെ ഒരു താല്പര്യത്തിന്റെ ഭാഗമല്ല. അത് 75%, 80% അങ്ങനെ തിരിച്ചാൽ ഇവർക്ക് ഇൻസെന്റീവ് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഇൻസെന്റീവിന് വേണ്ടി ഇവർ ഇത് ശ്രമം നടത്തും. അങ്ങനെയല്ല, ഒരു കാരണവശാലല്ല. ഇത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവരെ ചുമതലപ്പെടുത്തിയത് 100% ആക്കുക എന്നുള്ള ഒരു സമർപ്പിതമായ പ്രവർത്തനമാണ്. ഇപ്പൊ അങ്ങനെ ചെയ്യാത്ത ധാരാളം സ്റ്റാഫുകളെ നമ്മളിവിടെ വരുമ്പോ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരോട് അവരുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കി ജോലി നല്ല കൃത്യമായി ചെയ്യണം, ജനങ്ങളോട് നല്ല വിനയത്തോടെ ഇരിക്കണം എന്ന് തന്നെ ആവശ്യപ്പെടാറ്. പണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അല്ലാതെ. പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് ഇവർ ആരോപണമൊന്നും പറയുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇല്ലായിരുന്നു, ഉദ്യോഗസ്ഥരാണ് അവിടെ വന്നത്. അപ്പൊ ഇവര് കൃത്യമായി ഉദ്യോഗസ്ഥർ വന്നതും ഉദ്യോഗസ്ഥരാരും മോശമായി പെരുമാറിയിട്ടില്ലെന്ന് അവിടെ. ഇപ്പൊ ഇയാള് പറയണ ആദ്യം വന്ന ഉദ്യോഗസ്ഥൻ മാന്യമായിട്ട് പെരുമാറി എന്ന് പറയണു. ആദ്യം വന്ന ഉദ്യോഗസ്ഥനെ ഇവരെ ഇറക്കി വിട്ടു. അയാളുടെ പരാതി എന്റെ മുന്നിൽ, ഞാനിപ്പോഴും പഞ്ചായത്ത് ഓഫീസറുണ്ട്, ഞങ്ങൾ ഇന്നും പ്രവർത്തി ദിവസമാണ്. ആദ്യം തന്ന പഞ്ചായത്ത് ആ ക്ലർക്കിന്റെ പരാതി എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അല്ല, അതിപ്പോ ആ സമയത്ത് അത് നമ്മൾ സ്റ്റേഷൻ പരാതിയായിട്ട് കൊടുത്തിരുന്നോ ഈ ഒരു വിഷയം? അത് സ്റ്റേഷൻ പരാതിയായി കൊടുത്ത് അതൊരു ഇഷ്യൂ ആക്കാതെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സെക്രട്ടറിയോട് അവിടെ പോയി സംസാരിക്കാൻ പറഞ്ഞത്. അവര് പോയപ്പോ അവര് ബാക്കിയുള്ള സഹപ്രവർത്തകർ മുന്നിൽ വെച്ച് അവമാനിക്കപ്പെട്ടിരുന്ന എഴുതിയിട്ടാണ് അവരൊരു പോലീസിന്റെ. അയാള് സംസാരിച്ചൊന്നുമില്ല അവിടെ, അയാളുടെ പ്രസൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ജപ്തി ചെയ്യാൻ പോയതല്ലോ. ജപ്തി ചെയ്യാൻ പോയാൽ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും എത്രയോ വർഷമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾ അവർക്കറിയാലോ. അവര് ജപ്തി ചെയ്ത് നടപടിയാകും. അത് സാധാരണ രീതിയിൽ റവന്യൂ റിക്കവറി ഇവര് സാധാരണഗതിയിൽ ഞാനൊരു പഞ്ചായത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഒന്നുമായിട്ട് വരാറില്ല. സ്വാഭാവികമായിട്ട് ഇയാളൊരു പ്രായമുള്ള ഒരാളാണ്, ഇയാളുടെ വീട്ടിൽ സുഖമില്ലാത്ത ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസുമായിട്ട് ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ വരുമ്പോ അതെന്തുകൊണ്ടാണ്? ഇയാൾ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വന്നതാണോ? അയാൾ ഈ മറ്റേ ആളെ ഇറക്കി വിട്ടതിന്റെ ഒരു പരാതിയുടെ ഇതുണ്ടല്ലോ, അതില് ഒരു പരാതിയുടെ സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഇനി ചെല്ലാൻ നേരത്ത് ഇൻസൾട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുതല്ലോ എന്ന് എഴുതിയിട്ടാണ് അയാളെ മറ്റേ നിങ്ങൾ ആ ക്ലർക്കിന്റെ ഇപ്പൊ ഇതിന് അനുഭവത്തിനിടയായ ക്ലർക്കിനോടും പഞ്ചായത്ത് സെക്രട്ടറിയോട് നേരിട്ട് സംസാരിച്ചതാണ്. നമ്മളെ ആളുകളെ ശരിപ്പെടുത്തി കളയാം എന്ന് കരുതണം. ഇത് നോക്കൂ, നമ്മുടെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിൽ 100%-ലേക്ക് എത്തി. ഞങ്ങളുടെ പഞ്ചായത്ത് നവകേരള പുരസ്കാരം നേടി നല്ല മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണത്തിൽ. അതൊക്കെ എങ്ങനെയാണ് രത്നാഭായിമാടെ കൂടെയുള്ള നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആളുകളിൽ പൊതുബോധ നിർമ്മിതിയാണ്, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കുറച്ച് കർശനമായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ അപ്പൊ ഈ ആളുകളുടെ ബോധ്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യണത്. പക്ഷെ ചില രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും സഹകരിക്കൂല. ഇയാള് പൊളിറ്റിക്കലാ, അയാൾ അപ്പൊ തന്നെ
പത്രക്കാരെ മുഴുവൻ വിളിച്ചു നിറയെ കോൺഗ്രസ്സുകാർ ആ വീട്ടിൽ വന്നുകൂടി. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അദ്ദേഹം ഒരു പെയിന്റ് പണി പെയിന്റ് ജോലി ചെയ്യുന്ന ആളാണോ അല്ലേ? വലിയ ജോലി അതെനിക്കറിയില്ല, വലിയ വീടൊക്കെയാണെന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഇന്നലെ പോകാൻ നേരത്ത് ഞാൻ എന്റെ വീട് സമീപത്താ. ഞാൻ ആ വഴി പോകുമ്പോ അവിടെ അയാളവിടെ അവിടെ മുഴുവൻ ആളുകളുണ്ട്. ആ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇത് ആഘോഷമാക്കുമായിരുന്നു. ഇതിലൊരു വീഴ്ച പഞ്ചായത്തിന് വന്നിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളത് അനുവദനീയമല്ലാത്ത കാര്യമല്ല. സാധാരണ അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഇവിടെ ചെന്നിട്ട് ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും മോശം സാഹചര്യം ഉണ്ടാവരുതല്ലോ എന്നുള്ള ചിലപ്പോൾ ശ്രദ്ധയായിരിക്കും സെക്രട്ടറിക്ക് ഉണ്ടായത്. സെക്രട്ടറിക്ക് അവർ അവമാനിക്കപ്പെട്ടതെന്നുള്ള താല്പര്യം അവരുണ്ടാവില്ല. ഞാൻ പോലീസിനെ കുറിച്ചൊന്നും പോകാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ നാട്ടിലില്ല. ഞങ്ങളോട് സഹകരിക്കാത്ത ഒരാൾ ഈ നാട്ടിലില്ല. അതിപ്പോ ഏത് രാഷ്ട്രീയത്തിൽ നമ്മൾ സംസാരിക്കുന്ന രീതി അഭ്യർത്ഥനയുടെ രീതിയാണ് എല്ലാ ഘട്ടത്തിലും. അപ്പൊ അവരോടും ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരാൾ നികുതി അടയ്ക്കാനുള്ളതെന്ന് ഷാഠ്യം പിടിച്ചാൽ ഞാൻ സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കും. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. സെക്രട്ടറി പോയി സംസാരിച്ച് എന്ന് ഞാൻ പറയുന്നത്. ആ സെക്രട്ടറി നന്നായി ഇടപെടുന്ന സെക്രട്ടറിയാണ്. അവര് മോശമായി പെരുമാറുന്ന ആളല്ല. അപ്പൊ അവിടെ ചെന്നപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വീഡിയോ ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞ അവര് മോശമായി സംസാരിക്കുന്ന അവര് വീഡിയോ സാഹചര്യത്തിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സാധിക്കുമെങ്കിൽ ഒന്ന് തന്നോട്ടെ സാറേ. ഞാൻ ഈ ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ അത് വീഡിയോ പഞ്ചായത്തിന്റെ പേജിൽ ഇടുന്നുണ്ട്. ഓക്കെ സാർ, കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സാറിന്റെ അനുവാദം ഇല്ലാതെയാണല്ലോ പോലീസുമായിട്ട് പോയേക്കണം സാർ പറഞ്ഞല്ലോ. അപ്പൊ ഇത് ശരിക്കും അതൊരു ശരിയായില്ലെന്ന് തോന്നണല്ലേ? അപ്പൊ അത്രയും കടന്നു പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ അത്. പോലീസായിട്ട് പോകേണ്ട സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല. സെക്രട്ടറിക്ക് അങ്ങനെ ചെയ്യണതിന് സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. നമ്മൾ പോകണ്ട എന്ന് പറയേണ്ടത് നമ്മൾ പറഞ്ഞ് അവരോട് ആവശ്യപ്പെടുന്നത് 100% നികുതി ആക്കണം എന്ന് പറയാൻ നേരത്തും ഞാൻ കൂടുന്ന റിവ്യൂ മീറ്റിംഗിൽ ഒരാളോടും നികുതിക്ക് വേണ്ടി നിർബന്ധം ചെലുത്തി അവരെ അലോസരപ്പെടുത്തരുത്. നമ്മൾ വളരെ സൗമ്യമായിട്ട് അവരോട് ഇടപെടണം എന്നൊക്കെ നിർബന്ധം. ഞാൻ നിരന്തര റിവ്യൂ കൂടും. പഞ്ചായത്ത് കമ്മിറ്റികളിൽ പോലും ഇത് പരിശോധിക്കും. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പെർസെന്റേജും മനസ്സിലാക്കി തന്നെ പോണേ. ഇന്നും ഞാനിവിടെ മുഴുവൻ സമയം ഓഫീസിലിരിക്കുന്നത് ഞാൻ ഇത് പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. ഈ വിഷയത്തിൽ എന്തായാലും അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുക തന്നെയാണ്. നിയമപരമായ നടപടിക്ക് പോവുകയാണ് രാജൻചേട്ടനും കുടുംബവും. എന്തായാലും നാട്ടുകാരുടെയും ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഒരു വലിയ സപ്പോർട്ടും കൂടി ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.